ഇന്നത്തെ ചൂടിലും ഇന്നത്തെ കാലാവസ്ഥയിലും സ്വന്തമായിട്ടൊരു കാറില്ലാത്തൊരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഏതൊരു ഫാമിലിക്കും എത്ര ചെറിയ ഫാമിലി ആണെങ്കിലും ഒരു ചെറിയ വാഹനം അത്യാവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ യൂസ്ഡ് കാറുകൾ മാന്യമായ വിലയിൽ അന്വേഷിച്ചിറക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത. സാധാരണക്കാർ തിരയുന്ന എല്ലാ തരം ചെറുവാഹനങ്ങളും എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഷോറൂം ഏതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രീ ഓണഡ് യൂസർ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. 1 ലക്ഷം രൂപ മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. അതായത് നമ്മുടെ സാധാരണക്കാർ തിരയുന്ന അതേ ടൈപ്പിലുള്ള വാഹനങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് 2013 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 LX ആണ്. 3ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഇത് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, നിലവിലെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,45,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഈ സ്വിഫ്റ്റിന്റെ നമ്പർ 816 ആണെങ്കിലും 916 ക്വാളിറ്റിയുള്ള ഒരു സ്വിഫ്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2015 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VX ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. VXയിൽ 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രലൊക്കെ, അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സും കാണാനൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ക്യാമറ ഡിസ്പ്ലേയും കാണാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 പുതിയ ടയേഴ്സാണ് നിലവിലുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 4,50,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി 4 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. മഹേന്ദ്ര കമ്പനിയുടെ KUV 100 K2 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും K2 വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,05,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ബെലേനയാണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 45,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ മാനുവലാണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, ബാക്ക് വൈപ്പർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,50,000 രൂപയാണ്. 2018 മോഡൽ മഹേന്ദ്ര കമ്പനിയുടെ TUV 300 എന്ന് പറയുന്ന വാഹനമാണ്. T10 ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഡീസൽ എഞ്ചിനാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാണാനെല്ലാം പക്ക പ്രോപ്പർ ആയിട്ടുണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അലോയ് വീല്, പുതിയ 4 ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടീഷൻ വെഹിക്കിളാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,80,000 രൂപയാണ്. ഇത് 2017 മോഡൽ ഫോക്സ് വാഗന്റെ അമിയോ എന്ന് പറയുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. എല്ലാ ഫീച്ചേഴ്സും കാണാൻ വരുന്നുണ്ട്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. വെറും 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസുകളെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണുന്നില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 3,70,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. ഇത് 2015 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയാണ്. VX ആണ് വേരിയന്റ്. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രലിലൊക്കെ ഞങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ചോദിക്കുന്ന പ്രൈസ് 2,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം ഞങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ ലോ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമുണ്ട്. ഇത് 2007 മോഡലിലെ ഹ്യുണ്ടായുടെ സാൻഡ്രോ ജീലസ് ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 98,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 70,000 രൂപ മാത്രമാണ്. ഇത് 2020 മോഡല് മാരുതി സുസുക്കിയുടെ എർട്ടിക എന്ന് പറയുന്ന വാഹനമാണ്. 7 സീറ്റർ ആണ്. VXi സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രലിലൊക്കെ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് എന്നിങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാണും വരുന്നൊരു വാഹനമാണ്. ഈ വാഹനത്തിന് പറയുക മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോകാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 9,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2016 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്.
ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്, വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 2,55,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടനാണ്. VXC ആണ് വേരിയന്റ്, രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 49,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റും റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ വാഹനത്തിന് 1 വർഷത്തെ വാറന്റി നൽകുന്നത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 3,15,000 രൂപയാണ്. അതിൽ തന്നെ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാനും പറ്റും. ഇത് 2018 മോഡലിലെ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോണ് മാഗ്നയാണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 64,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, കണ്ടീഷൻ വെഹിക്കിളാണ്, ഉള്ളും പുറക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 2,70,000 രൂപയാണ്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2012 മോഡല് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. VXC ആണ് വേരിയന്റ്, രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 3,20,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2007 മോഡല് മാരുതിയുടെ വാഗനർ VX ആണ് വേരിയന്റ്, 4ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. വേറെ കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും കാണുന്നില്ല, കണ്ടീഷൻ വെഹിക്കിൾ ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ്, നീങ്ങുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് വേറെ ചോദിക്കുന്ന പ്രൈസ് 86,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറിയതിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ i10 ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ്, 1.2 കാപ്പ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,30,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, കണ്ടീഷൻ വെഹിക്കിൾ ആണ്. അത്യാവശ്യം വേണ്ട AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്, കച്ചവടം കാര്യങ്ങളൊക്കെ ചെറിയതിലും മാറ്റം ഉണ്ടാവും. ഇത് 2020 മോഡല് മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. VXC ആണ് വേരിയന്റ്, നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസും നമുക്ക് നൽകുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോകാട്ടോ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,80,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഇത് 2006 മോഡലും 2007 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. നിങ്ങൾക്കൊരു വാഹനം ഓടിച്ച് പഠിക്കാനൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല കണ്ടീഷൻ വെഹിക്കിളാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,00,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2019 മോഡലിൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXC ആണ് വേരിയന്റ്, രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗുഡ് കണ്ടീഷൻ വെഹിക്കിളാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,80,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ടത് ഓൾട്ടോ നിർത്തുമ്പോഴുള്ള ലാസ്റ്റ് ഫേസിലുള്ള വാഹനമാണ്. ഇതിൽ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണുള്ളത്. ഇത് 2020 മോഡല് മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VXC ആണ് വേരിയന്റ്, നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവലാണ് വരുന്നത് കേട്ടോ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ലാത്തതിന്റെ പേരിൽ 6 മാസത്തെ വാറന്റിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,70,000 രൂപയാണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2008 മോഡലിലെ ഹ്യുണ്ടായിയുടെ സാൻഡ്രോക് സിംഗ് ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കണ്ടീഷൻ വെഹിക്കിളാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 1,10,000 രൂപ മാത്രമാണ്. അത് ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ ഇതിൽ മാറ്റം ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇത് 2019 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXC ആണ് വേരിയന്റ്, നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 3,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 30,000 40,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2018 മോഡലിലെ ഹ്യുണ്ടായിയുടെ സാൻഡ്രോ എന്ന് പറയുന്ന വാഹനമാണ്. മാഗ്നയാണ് വേരിയന്റ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്.
60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, നിലവിൽ നല്ല കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ 50,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 1 വർഷം വാറണ്ടിയുള്ള പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്.